പിതാവ്, ഇതൊരു ചരിത്ര നിമിഷം തന്നെയല്ലേ? ഒരു കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഒരു യുവാവ്, 24 വയസ്സുള്ള യുവാവ് 15 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇന്നൊരു ചരിത്ര നിമിഷം തന്നെയല്ലേ പിതാവേ? തീർച്ചയായിട്ടും. കാരണം ഈ മാധ്യമങ്ങളുടെ ഒരു വിസ്ഫോടന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസരത്തിൽ മാധ്യമങ്ങൾ അനുഗ്രഹമാണ്, അത് കൃപയാക്കി മാറ്റാം എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വിശുദ്ധനായി ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന കാർലോ അക്വിറ്റസ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പിയർ ജോർജിയോ പ്രസാദ് നമുക്ക് പകർന്ന വലിയ ഒരു വെല്ലുവിളിയും പ്രചോദനവും ഇതാണ്. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ള ഇടപെടലിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് ഉയരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമാകാം എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലുമാണ് നൽകുന്നത്. കാർലോ അക്വിറ്റസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെപ്പോഴും വിശുദ്ധരെ കാണുന്നത് ഇങ്ങനെ വളരെ ഹെയിലൊക്കെ വെച്ച് വളരെ അവരുടെ വസ്ത്രധാരണം പോലും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിധത്തിലൊക്കെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കാർലോ അക്വിറ്റസ് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസും ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട്, അത് നമുക്ക് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ ഒരു പ്രചോദനവും മാതൃകയുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മാധ്യമങ്ങളുടെ ഒരു വിസ്ഫോടന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാങ്കേതിക നിർമ്മിത ബുദ്ധിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് അഭൂതപൂർവമായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു 1.5 നൂറ്റാണ്ടിൻ്റെ മാധ്യമങ്ങളുടെ വളർച്ചയുടെ ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, അതിശയം തോന്നും. ഈ എബ്രഹാം ലിങ്കൺ 1865 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് വധിക്കപ്പെട്ടത്. പക്ഷെ ആ വാർത്ത യൂറോപ്പിൽ അറിഞ്ഞത് 12 ദിവസങ്ങൾക്ക് ശേഷം. അതായത് ഒരു രാഷ്ട്രത്തലവൻ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് അറിയാൻ, ഈ വാർത്ത അറിയാൻ പോലും ഇങ്ങനെ 12 നീണ്ട ദിവസങ്ങൾ എടുത്തു. ഇപ്പൊ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഇരുന്ന് സംസാരിക്കുന്നത്, ഇവിടുത്തെ ബിഷപ്സ് ഹൗസിൽ നിന്ന് എൻ്റെ കൊച്ചു ഓഫീസിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ എവിടെയൊക്കെ ഇരുന്ന് കാണാൻ സാധിക്കുന്നു. അത് കാണുക, കേൾക്കുക എന്ന് മാത്രമല്ല കാണാൻ സാധിക്കുന്നു. ഷെക്കീന ടെലിവിഷനിലൂടെ ഇത് ലോകമെമ്പാടും എത്തുന്നു. ഇതൊരു മാധ്യമത്തിന്റെ വലിയൊരു വിസ്ഫോടനത്തിന്റെ അടയാളമാണ്. നാസയിലെ സയന്റിസ്റ്റ് ആദ്യമായിട്ട് ചന്ദ്രനിലെ ഉപരിതലത്തിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോൾ അത് ബഹിരാകാശ കേന്ദ്രത്തിൽ, വിക്ഷേപണ കേന്ദ്രത്തിൽ ഇരുന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. അത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ 1969 ജൂലൈ 20-ാം തീയതിയാണ്. ഇന്ന് ഇങ്ങനെ ഒരു കേന്ദ്രത്തിലിരുന്ന് മാത്രമല്ല, കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇരുന്ന് കാണാൻ സാധിക്കുന്നു. ഈ ഒരു വിസ്ഫോടന കാലഘട്ടത്തിൽ മാധ്യമം എന്നുള്ളത് അനുഗ്രഹമാണ്. അത് വിശുദ്ധിയിലേക്ക് അനേകരെ നയിക്കാൻ പ്രചോദനമായി തീരുമെന്നുള്ള ഒരു പ്രചോദനാത്മകമായ നിലപാടാണ് കാർലോ അക്വിറ്റസ് നമുക്ക് പകരുന്നത്. ഒപ്പം തന്നെ പിതാവെ, വാഴ്ത്തപ്പെട്ട കാർലോ ആയിക്കോട്ടെ, വാഴ്ത്തപ്പെട്ട പിയർ ജോർജ് പ്രസാദ് ആയിരിക്കട്ടെ, അവരുടെ ലൈഫിലെ ഒരു ദിവ്യകാരുണ്യത്തോട് അവർ കാണിച്ച ഒരു അഗാധമായിട്ടുള്ള ഒരു ഭക്തി, അത് ഇന്നത്തെ യുവജനങ്ങൾക്ക് വലിയൊരു ചലഞ്ചിങ് അല്ലേ പിതാവെ? തീർച്ചയായിട്ടും. ഈ കാർലോ അക്വിറ്റസ് പറഞ്ഞത് ദാറ്റ്സ് എ ഹൈവേ ടു ഹെവൻ എന്നാ പറഞ്ഞത്. അങ്ങനെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ അതൊരു ബാലനായി ആദ്യ കുർബാന സ്വീകരണത്തിന്റെ അവസരം മുതലെടുത്ത ഒരു തീരുമാനമാണ്. എൻ്റെ ജീവിതം വഴി എങ്ങനെ ഈ ദിവ്യകാരുണ്യത്തിന്റെ വിലയും മൂല്യവും പ്രാധാന്യവും എൻ്റെ സമപ്രായക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കും. 136 ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു വെബ്സൈറ്റ്, ഈ തനിക്ക് കിട്ടിയ പരിജ്ഞാനം, ഈ കമ്പ്യൂട്ടറും ഇതുപോലത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ ട്വിറ്ററും അതുപോലുള്ള കാര്യങ്ങളിലൂടെ ആ തനിക്ക് കിട്ടിയ കഴിവ് ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ഒരു പ്രഘോഷകനായി മാറി. അങ്ങനെ ഒരു പുതിയ ഒരു സാധ്യതയെ പറ്റി ലോകത്തിന് മുഴുവൻ തുറന്നു കൊടുക്കുകയായിരുന്നു കാർലോ അക്വിറ്റസ്. അതിലൂടെ നമ്മൾ എങ്ങനെ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി, അനുദിനം ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ അതിൽ സംബന്ധിക്കാനും
അതിന്റെ വിലയെപ്പറ്റി ഈ കുർബാനയ്ക്ക് മുൻപോ അതിന് ശേഷമോ ഒക്കെ അരമണിക്കൂറെങ്കിലും ഇരുന്ന് ധ്യാനിക്കാനൊക്കെ, അതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ആ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ വിലയെപ്പറ്റി, മൂല്യത്തെപ്പറ്റി ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പഠിപ്പിച്ച് തരികയാണ് കാർലോ അക്വിറ്റസ്. അത് നമ്മളുടെ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം. ഇത് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല. നമ്മൾ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അതിപ്രസരം നടക്കുമ്പോൾ പലരും ഈ മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗത്തിലൂടെ ജീവിതം തന്നെ പ്രയാസത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മാധ്യമങ്ങൾ വഴി പരിശുദ്ധ കുർബാനയുടെ ഭക്തി ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും നടന്നിരിക്കുന്ന ആ അത്ഭുതങ്ങൾ. അത് കാർലോ സ്വന്തമായിട്ട് ആ സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കാൻ താല്പര്യം കാണിച്ചു. തൻ്റെ അവധി ദിവസങ്ങളും അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ അവിടെ പോയി കണ്ട് ഫോട്ടോ എടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ആ വലിയ ഒരു പ്രചോദനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ദിവ്യകാരുണ്യത്തിന്റെ വിലയെപ്പറ്റി ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് എടുത്തത്. അങ്ങനെ ഒരു വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇത് നമുക്ക് പ്രചോദനമാണ്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്. നമ്മളെപ്പോഴും ഇങ്ങനെ വാട്സപ്പിൽ നോക്കിയൊക്കെ ചെയ്യുമ്പോൾ നല്ല നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ വില. മാതൃഭക്തനായിരുന്നു കാർലോ. ഈ ലൊറേറ്റോയിൽ ആദ്യം സന്ദർശിച്ചതിന് ശേഷം തന്നെ ആ മാതാവിനെ പറ്റി, അങ്ങനെ പല സ്ഥലങ്ങളിലും മാതാവിന്റെ പ്രത്യക്ഷപ്പെറ്റി, അപ്പാരിഷൻസ്, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും അത് വെബ്സൈറ്റിലൂടെ ഈ മോഡേൺ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ മറ്റുള്ളവർക്ക് പകരാൻ സാധിച്ചു. അങ്ങനെ ദിവ്യകാരുണ്യ ഭക്തി, അതോടൊപ്പം തന്നെ മാതാവിനോടുള്ള ബഹുമാനം, ആദരവ്, ഇത് രണ്ടും പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ആരും ഒറ്റക്കല്ല. നോ മാൻ ഈസ് എൻ ഐലൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വളരെ യുവജനങ്ങൾക്ക് പ്രിയങ്കരമായിട്ടുള്ള സംടൈംസ് ഐ ഫീൽ ലൈക്ക് എ മദർലെസ് ചൈൽഡ് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണല്ലോ. അങ്ങനെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലും ഒരു അമ്മയുടെ സ്നേഹം നുകരാൻ, ആ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിന്റെ കൃപാവരത്തിന്റെ സമൃദ്ധി അനുഭവിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഈ ആധുനിക തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കാർലോ അക്വിറ്റസ്. അങ്ങനെ മാതൃഭക്തി പ്രചരിപ്പിക്കുക വേണ്ടി നമ്മൾ ആരും ഒറ്റക്കല്ല. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ തൻ്റെ അരുമ മകനെ അനുഗമിച്ച ആ സ്നേഹമയായ സ്വർഗീയ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വീഞ്ഞില്ലാതെ വരുമ്പോൾ, കുറവുകൾ വരുമ്പോൾ ആ അമ്മയുടെ സ്നേഹ സാന്നിധ്യം, ആശ്വസിപ്പിക്കുന്ന സാമീപ്യം നമുക്ക് അനുഗ്രഹത്തിന്റെ പുതുവീഞ്ഞ് ഹൃദയത്തിൽ നിറയ്ക്കാൻ, അങ്ങനെ എന്നും കൃപാവരത്തിൽ ജീവിക്കാൻ ഈ അമ്മ നമുക്ക് വഴിയിടും. ഇതൊക്കെ തൻ്റെ ജീവിതം വഴി, തൻ്റെ ആ കൊച്ചു ജീവിതം വഴി ഈ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുകയാണ് കാർലോ അക്വിറ്റസ്. ഇതേപോലെ തന്നെ പിയർ ജോർജിയോ ഫ്രസാത്തി തൻ്റെ ആ കൊച്ചു കാലഘട്ടങ്ങളിൽ, ഈ കുട്ടിക്കാലത്താണ് തൻ്റെ വീട്ടിൽ വിഷയാചിക്കാൻ വേണ്ടി ഒരു അമ്മയും കുഞ്ഞുമായിട്ട് മകനും വന്നപ്പോൾ ആ മകന് ഈ തണുപ്പ് കാലത്ത് ഒരു ഷൂ ഇല്ല. ഇവനെന്താ ചെയ്തേ? തന്നെ ഷൂ ഊരി അവന് ഇട്ടു കൊടുത്തു. അങ്ങനെ ഈ മറ്റുള്ളവരോടുള്ള കാരുണ്യം, സ്നേഹം, ഇത് എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും എല്ലാം നീതിയുടെ അംശം ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ലിയോ 14 പാപ്പയെ ഓർക്കുമ്പോൾ കൂടുതൽ ഓർക്കുന്നത് ലിയോ 13 പാപ്പയുടെ റേരും നവാരും എന്നുള്ള ആ വിഖ്യാതമായ ഒരു വിപ്ലവകരമായ ചിന്താഗതി ഈ ആധുനിക യുഗത്തിലേക്ക് കൊണ്ടുവന്ന ലിയോ 14 പാപ്പയുടെ റേരും നവാരയുള്ള പ്രത്യേകിച്ച് സാമൂഹിക നീതിയെ അധിഷ്ഠിതമായിട്ടുള്ള പ്രബോധനങ്ങളെ പറ്റി പിയർ ജോർജിയോ ഫ്രസാത്തി തൻ്റെ ഈ കൊച്ചു ജീവിതം വഴി പകർന്നു കൊടുക്കുകയാണ്. ഇത് രണ്ടും നമുക്ക് വെല്ലുവിളിയാണ്, പ്രചോദനമാണ്, വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, അല്പം മുടിയൊക്കെ നരച്ച എല്ലാവർക്കും ഈ ജീവിതം, ഇവർ രണ്ടുപേരുടെയും ജീവിതം പ്രചോദനമാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ജീസസ് യൂത്തിലൊക്കെ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ട് എനിക്ക് തോന്നിയത്, ഇന്ന് ഈ ഒരു വിശ്വാസം അതിൻ്റെ സമഗ്രതയിൽ, സമർപ്പണത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി യുവാക്കൾ ഉണ്ട്. പ്രത്യേകിച്ച് ക്യാമ്പസ് മിനിസ്ട്രിയിലൊക്കെ അവരുടെ ജീവിതം വഴി എങ്ങനെ സുവിശേഷ ആദർശങ്ങൾക്ക് അധിഷ്ഠിതമായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ പ്രചോദനമാണ്.
ഇനി ഈ ഡിജിറ്റൽ മീഡിയയിലും അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പിയർ ജോർജിയോ ഇതേപോലെ തന്നെ പ്രചോദനമാണ്. ഓക്കെ. കാരണം നീതി പുലരണം, നന്മ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ള ആ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ജീവിക്കാൻ ഇവർ നമ്മെ ഓർപ്പിക്കും. താങ്ക് യു പിതാവേ. വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങളാണ് അഭിനന്ദ പിതാവ് പങ്കുവച്ചത്. കാർലോ അക്വിറ്റീസിൻ്റെ ഒപ്പം തന്നെ പിയർ ജോർജ് ഫ്രസാത്തിയുടെയും ജീവിതങ്ങൾ യുവജനങ്ങൾക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും വലിയൊരു പ്രചോദനമാണ്, വലിയൊരു ഇൻസ്പിറേഷനാണ്, വലിയൊരു വെല്ലുവിളിയാണ്. താങ്ക് യു അഭിനന്ദ പിതാവ്, അങ്ങയുടെ വിലയേറിയ സമയം ഈ ഒരു ഘട്ടത്തിൽ തത്സമയം ഷെക്കന ന്യൂസുമായിട്ട് പങ്കുവച്ചത് വളരെ നന്ദി പിതാവേ. താങ്ക് യു. ഷെക്കനയ്ക്ക് എല്ലാ ആശംസകളും. കാരണം ഈ രണ്ട് വിശുദ്ധരെയും പറ്റി ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയതും പ്രത്യേകിച്ച് എല്ലാവർക്കും ആ കാനനൈസേഷന്റെ കാര്യങ്ങൾ ഓരോ ഗ്രാമത്തിലിരുന്നും അല്ലെങ്കിൽ ഓരോ വീട്ടിലിരുന്നും കാണാനും അതിൻ്റെ ആ വലിയ സൗഭാഗ്യം അനുഭവിക്കാനും ഷെക്കീനയുടെ ഈ സംരംഭങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ദൈവാനുഗ്രഹം നേരുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.